സാറേ, എൻ്റെ നാട്ടിൽ കരുനാഗപ്പള്ളി CPM ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു. എന്നിട്ടൊരു അഡ്ഹോക് കമ്മിറ്റിയെ നിയമിച്ചിരിക്കുകയാണ്. ഈ അഡ്ഹോക് കമ്മിറ്റിയിൽ ഈ കരുനാഗപ്പള്ളിക്കാരായ ഒരു ജില്ലാ കമ്മിറ്റി അംഗമോ സംസ്ഥാന കമ്മിറ്റി അംഗമോ ഇല്ല. എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടെന്നാണ് പറയുന്നത്. കൊഴിഞ്ഞാമ്പാറയിൽ സമാന്തരമായിട്ടൊരു CPMൻ്റെ ഓഫീസ് തുറന്നു. പത്തനംതിട്ടയിൽ തിരുവല്ല മേഖലയിൽ പ്രശ്നം ഉണ്ടായിട്ട് അവിടുത്തെ ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി അംഗങ്ങളെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നു. MV ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറിയോട് ചോദിക്കുമ്പോൾ പറയുന്നു ഒറ്റപ്പെട്ട സംഭവങ്ങൾ. എങ്ങനെയാണ് സാർ ഇതിനെ കണക്ക് കാണുക? ഗോവിന്ദൻ പറയുമ്പോഴേ 227 ഏരിയ സമ്മേളനം മറ്റോ അത് മര്യാദയ്ക്ക് നടക്കുന്നുണ്ട്, ആരോഗ്യകരമായി നടന്നു എന്നാണ് ഗോവിന്ദൻ പറയുന്നത്. മാധ്യമപ്രവർത്തകരോടൊന്ന് പറഞ്ഞായിട്ട് കണ്ടത്. തമ്മി കയ്യേറ്റം നടക്കുന്നതിനാണ് ആരോഗ്യകരം എന്ന് പറയുന്നത്. ഈ ആരോഗ്യകരമായി നടന്നു എന്നുള്ളതൊക്കെ ഈ നമ്മൾ ശരിക്കും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട പ്രയോഗങ്ങളാണ്. ആരോഗ്യകരമായിട്ട് നടന്നു എന്ന് മറ്റുള്ളടത്ത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇത് ഈ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ കരുനാഗപ്പള്ളിയിൽ വന്നിട്ട് പൂട്ടിയിടുകയൊക്കെയാണല്ലോ. വലിയ കാറൊക്കെ ഉണ്ടായിരുന്നു, എന്തോ സ്റ്റേറ്റ് കേരള സ്റ്റേറ്റ് എന്ന് പറഞ്ഞ കാറൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ രാത്രി ആകസ്മികമായിട്ടാണ് ഈ കരുനാഗപ്പള്ളിയൊക്കെ കണ്ടത്. 10 മണിക്ക് ശേഷമൊക്കെ രാത്രിയൊക്കെ കാണുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ അവിടെ നടക്കുന്നതായിട്ട്. അങ്ങനെ സഖാക്കൾ വന്നിട്ട് മാധ്യമപ്രവർത്തകരോടും മൈക്കിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ആളുകൾ ശരിയല്ല മറ്റേതാണ് എന്നൊക്കെ പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. കോൺഗ്രസിലൊന്നും ഇപ്പൊ ഇത്രയൊന്നും ഇല്ല ജനാധിപത്യം. അപ്പൊ ഈ ആരോഗ്യകരമായ ഗോവിന്ദൻ പറയുന്നത് എന്താ അറിയാമോ, പല സ്ഥലങ്ങളിലും ഈ ഔദ്യോഗിക പാനൽ വെക്കുമ്പോ വേറൊരു പാനൽ വരുമല്ലോ, വിമത പാനൽ. അങ്ങനെ വന്നിട്ടുണ്ട് ഭൂരിപക്ഷവും സ്ഥലത്ത് നിന്നാണ് എനിക്ക് മനസ്സിലായത്. CPM രാഷ്ട്രീയം കുറെ കാലം കൈകാര്യം ചെയ്തിട്ട് ഇപ്പൊ കരുനാഗപ്പള്ളി മാത്രം കാര്യം എടുത്താൽ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ കീഴിലുള്ള 10 ലോക്കൽ കമ്മിറ്റിയിൽ 7 ഇടത്തും ഈ പ്രശ്നം ഉണ്ടായി. ബാക്കി 3 മാത്രമാണ് സമാധാനപരം എന്ന് പറയുമ്പോൾ. അല്ല, ഈ സമാധാനപരം എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ തെറ്റിദ്ധരിച്ചാണ്. അവിടെ ആരോഗ്യകരമായ സമ്മേളനമാണ് നടന്നതെന്ന് ഗോവിന്ദൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇല്ല, ഔദ്യോഗിക പാനൽ വെക്കുന്നു പോകുന്ന കമ്മിറ്റി, ആ കമ്മിറ്റി ഔദ്യോഗിക പാനൽ വെക്കുമ്പോൾ ഞങ്ങളും മത്സരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറെ സഹാക്കൾ രംഗത്ത് വരുമ്പോൾ അതിനാണ് ആരോഗ്യകരമായി അങ്ങനെയാണ് പറയുന്നത് ഇത് നടന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഉൾപാർട്ടി ജനാധിപത്യമാണല്ലോ ഈ പാർട്ടിയുടെ അകത്തുള്ളത്. അതെ, മറ്റേത് പുറത്തും കൂടി ജനാധിപത്യമാണല്ലോ. പാർട്ടിയുടെ പുറത്തും അകത്ത് കിടക്കുന്ന കാര്യങ്ങൾ പറയും. ഇതിൻ്റെ അകത്ത് അങ്ങനെയല്ല, അകത്ത് പുകയുമ്പോഴും പുറത്ത് പറയില്ല. അതിനാണ് ഈ ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പം ഉൾപാർട്ടി ജനാധിപത്യം പുലർന്നു എന്നാണ് ആരോഗ്യകരമായ മത്സരം എന്ന് പറഞ്ഞാൽ അർത്ഥം. ഔദ്യോഗിക പാനൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് മത്സരിക്കാം എന്ന് പാർട്ടി ഭരണഘടനയിലുണ്ട്. അതാണ് ഉൾപാർട്ടി ജനാധിപത്യം. അങ്ങനെ മത്സരം നടന്നതൊന്നും ചോർത്തി പത്രങ്ങൾ എടുത്തിട്ടില്ല, പണ്ടൊക്കെ വന്നിരുന്ന പോലെ. അതിൽ മാധ്യമങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് ആരെങ്കിലും ആപ്പീസിൽ കൊണ്ടുപോയി കൊടുത്താലേ ഇപ്പോൾ കാര്യങ്ങൾ അറിയുന്നുള്ളൂ എന്നർത്ഥം. പല സ്ഥലത്തും വിമതർ, മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ആരോഗ്യകരമായ മത്സരം നടന്നിട്ട് വിമതർ കമ്മിറ്റികളിൽ എത്തിയിട്ടുണ്ട്. അതാണ് സംഭവം. ഇവിടെയാണെങ്കിൽ പൂർണ്ണമായിട്ടും അംഗീകരിക്കില്ല എന്നുള്ളതാണ് കരുനാഗപ്പള്ളിയിലൊക്കെ അവസ്ഥ വന്നത്. ഇപ്പോൾ കൊഴിഞ്ഞാമ്പാറയിലാണല്ലോ തുടങ്ങിയത്. അതെ, പാലക്കാട്ട് കൊഴിഞ്ഞാമ്പാറയിൽ മറ്റേ സരിനെ കൊണ്ടുവന്ന് മറ്റേ മത്സരിപ്പിച്ചില്ലേ ഉപതെരഞ്ഞെടുപ്പില്ല, ഏതാണ്ട് അതിനോടനുബന്ധിച്ച് തന്നെ ഈ ആരോഗ്യകരമായ മത്സരം പാർട്ടിക്കകത്ത് ആരംഭിച്ചിട്ട് അവിടെ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിൽ നിന്നെത്തിയ ആളെ, ഈ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു ഇല്ലേ, അങ്ങയുടെ താല്പര്യപ്രകാരം കോൺഗ്രസിൽ നിന്നെത്തിയ ആളെ ലോക്കൽ സെക്രട്ടറി ആക്കി. അതാണ് കൊഴിഞ്ഞാമ്പാറയിലെ പ്രശ്നം. കോൺഗ്രസിൽ നിന്ന് വന്ന ഉടനെ ലോക്കൽ സെക്രട്ടറി, കോൺഗ്രസിൽ നിന്ന് വന്നാൽ ഉടനെ സ്ഥാനാർത്ഥിയാക്കും MLA സ്ഥാനത്തേക്ക്. നിയമസഭയിൽ മത്സരിക്കാൻ. പിന്നെ കോൺഗ്രസിൽ നിന്ന് വന്ന ആളെ ലോക്കൽ സെക്രട്ടറിയും ആക്കും. അങ്ങനെ വാഗ്ദാനം കൊടുത്തിട്ടാണല്ലോ കൊണ്ടിരുന്നത്. അങ്ങനെ കൊഴിഞ്ഞാമ്പാറയിൽ അവർക്ക് കുറെ കാലമായിട്ട് സഖാക്കളെ പരിചയമുണ്ടല്ലോ, ബ്രാഞ്ച് മുതൽ. അങ്ങനെ ഒരാളെ ലോക്കൽ സെക്രട്ടറി ആക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് പിടിച്ചില്ല. അയാൾ എവിടുന്നാണ് മാർക്സിസം പഠിച്ചിട്ടുള്ളത്? ഈ കോൺഗ്രസിൽ നിന്ന് വന്ന ആള്. അത് പഠിച്ച സ്റ്റഡി ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വേണ്ടേ വരാൻ. അപ്പം അങ്ങനെ അവിടെ കലാപം ഉണ്ടായി. അങ്ങനെ സമാന്തര ലോക്കൽ സമ്മേളനം നടത്തി അവർ.
സമാന്തര ലോക്കൽ സമ്മേളനം ഒന്ന് ആലോചിച്ച് നോക്കൂ. പാർട്ടി ഒരു സമ്മേളനം നടത്തി, അല്ലാതെ യഥാർത്ഥ സഖാക്കളുണ്ടല്ലോ, ആ സഖാക്കൾ സമാന്തര ലോക്കൽ സമ്മേളനം നടത്തി, അവരുടെ ലോക്കൽ സെക്രട്ടറിയൊക്കെ വെച്ചു, ലോക്കൽ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് EMS സ്മാരകം എന്നുള്ള പേരിൽ ഓഫീസിൽ നിന്ന് തുടങ്ങി. EMSൻ്റെ പേരിലാണ് ചെയ്തിരിക്കുന്നത്. അത് സാധാരണഗതിയിൽ പാർട്ടിയിൽ സംഭവിക്കുന്നതാണോ? അല്ല. ഗോവിന്ദൻ സഖാവ് പറയുന്ന പോലെയാണോ അത് നടന്നിരിക്കുന്നത്? അല്ല. ജനസേവന കേന്ദ്രം എന്ന് പറയുന്നു, EMSൻ്റെ പേരിട്ടിട്ട് സ്ഥാപനം തുറക്കുന്നു, ഓഫീസ് തുറക്കുന്നു എന്നൊക്കെ പറയുന്നത് പാർട്ടിയിൽ മുമ്പ് കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ്. ഇത് നമ്മൾ കുറെ കാലമായിട്ട് കുട്ടനാട്ടിൽ കാണുന്നതാണ്. പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കുട്ടനാട്ടിൽ പുകഞ്ഞതിൽ ഒന്ന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയ ആള് തന്നെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് കുട്ടനാട്ടിൽ സ്ഥലം വിട്ടു. എന്നിട്ട് മാധ്യമങ്ങളോടൊക്കെ സംസാരിക്കുകയും ചെയ്തു. കുട്ടനാട്ടിലെ സംഗതി ഒന്നും കയ്യിൽ നിൽക്കുന്നില്ല. പിന്നെ കഴിഞ്ഞ ദിവസം ഈ ബിപിൻ ബാബു ഇല്ലേ, ബിപിൻ ബാബു BJP ചേർന്നപ്പോൾ പറഞ്ഞത് എന്താണ്, R നാസറില്ലേ ജില്ലാ സെക്രട്ടറി, അങ്ങേരുടെ കയ്യിലല്ല പാർട്ടിയിൽ നിന്ന് ഒരു കോക്കസ് ഭരിക്കുന്നു എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഇത് ഞാൻ കണ്ടത് ഈ 24 ന്യൂസിൽ ഒരു പഴയ SFIക്കാരനുണ്ടല്ലോ, ഹാഷിം താജ് എന്നൊക്കെ പറയുന്ന ഒരാൾ, അദ്ദേഹം നേരിട്ട് മറ്റേ ഫോണിൽ കിട്ടിയിട്ട് സംസാരിക്കുന്നുണ്ട് ബിബിനോട്. അപ്പോൾ ബിബിൻ പറയുന്നുണ്ട് ഈ കാര്യം കോക്കസിൻ്റെ കയ്യിലാണ്, നാസറിന് അവിടെ ഒന്നും ചെയ്യാനില്ല എന്ന് പറയുമ്പോൾ ഉടനെ ഈ ഹാഷ്മി ചോദിക്കേണ്ടത് എന്താണ്, അങ്ങനെയാണെങ്കിൽ ആ കോക്കസ് സജി ചെറിയാന്റെ നേതൃത്വത്തിലല്ലേ എന്നല്ലേ ചോദിക്കണ്ടേ? പഴയ സഭക്കാരനായതുകൊണ്ട് ആ ചോദ്യം ഉണ്ടായില്ല. മറ്റൊരു പാർട്ടിയിലായിരുന്നു ഇത്തരം ചോദ്യങ്ങൾ ഉയർന്നു വന്നത്. എല്ലാ ചോദ്യവും വന്നേനെ BJPയോ മറ്റോ ആയിരുന്നെങ്കിൽ. അപ്പൊ സജി ചെറിയാന്റെ നേതൃത്വത്തിൽ അവിടെ കോക്കസ് നടക്കുന്നു, അതുകൊണ്ടാണല്ലോ പ്രശ്നം വന്നത്. G സുധാകരനെ അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിന് വിളിച്ചില്ല, ഒഴിവാക്കി. ഇന്ന് ചന്ദ്രികയുടെ എന്തോ മെമ്പർഷിപ്പ് വിതരണം എന്തോ ഉദ്ഘാടനം ചെയ്യാൻ ഇരിപ്പുണ്ടായിരുന്നു സുധാകരൻ അതിൽ നിന്ന് പിൻവാങ്ങി. ഇന്ന് വേണ്ട, മറ്റൊരു ദിവസത്തേക്ക് നമുക്ക് നോക്കാം എന്നുള്ള രീതിയിലൊരു പിന്മാറ്റം. സുധാകരൻ അത് ചെയ്യാമായിരുന്നു. അപ്പോൾ ഈ G സുധാകരനാണ് ഒരു കാലത്ത് ആലപ്പുഴയുടെ നാവ് എന്ന് പറയുന്നത്. ആ G സുധാകരൻ ഉണ്ടായിരുന്ന സമയത്ത് ഈ R നാസറും അതുപോലെ തന്നെ സജി ചെറിയാനും ഒക്കെ DYFIയുടെ ഒക്കെ നേതൃത്വത്തിൽ നിന്ന് ഉയർന്നു വരുന്നതേ ഉള്ളൂ. അപ്പോൾ അവരെ അടക്കി ഭരിച്ച ആളായിരുന്നു സുധാകരൻ. പിന്നീട് സുധാകരനാണ് സജി ചെറിയാനെ ആലപ്പുഴയിലെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. ഇതേ സജി ചെറിയാൻ ഇപ്പം നേരെ സുധാകരനെ വിട്ടുകയാണ്. അവിടുത്തെ ഒരു ഏരിയ സുധാകരൻ്റെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ കണ്ട് ദൂര സ്ഥലത്താണ് ഈ സമ്മേളനം നടക്കുന്നത്. സമാപന സമ്മേളനത്തിലെങ്കിലും വിളിക്കാമായിരുന്നല്ലോ, വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇനി ആലപ്പുഴ ജില്ലയിലെ CPMലെ ക്ഷണിതാവ് എന്ന പദവി കൂടി G സുധാകരൻ്റെ അടുത്ത് മാറ്റാൻ ശ്രമിക്കുന്നു. അതല്ലേ നമ്മൾ മനസ്സിലാക്കുക. സുധാകരൻ ഇല്ല ഇനി പാർട്ടിയിൽ നിന്ന് പലതരത്തിൽ കളയാമല്ലോ. കമ്മിറ്റികളിൽ ഉൾപ്പെടാതെയും ആളുകളെ കളയാം, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇനി അദ്ദേഹം കമ്മിറ്റിയിലൊന്നും ഉണ്ടാവില്ല, ക്ഷണിക്കത്ത് പോലും ഇല്ല. അദ്ദേഹത്തിന് ചെയ്യാവുന്നത് ഈ സനാതന ധർമ്മത്തിൻ്റെ പാതയിൽ വരിക എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹം പണ്ട് മറ്റേ ബിൻ ലാദനെ പറ്റി കവിത എഴുതിയതായൊക്കെ പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ അതെ. അപ്പോൾ ഈ ലാട കവിതയൊക്കെ തള്ളിപ്പറയുക. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് പുരാണ പ്രഭാഷകനായിരുന്നില്ലേ ക്ഷേത്രങ്ങളിലൊക്കെ. അപ്പോൾ ആ പാത പിന്തുടർന്നിട്ട് സനാതന പാതയിലേക്ക് വരിക. ബിപിൻ ബാബുവിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ ആ പാത എങ്ങനെയാണ് എന്നുള്ളത് അറിയാനും പറ്റുമല്ലോ സുധാകരന്. ബിപിനും പറഞ്ഞിരുന്നു, സുധാകരൻ സഖാവ് ഇപ്പം എന്താണ് അവസ്ഥ, കോക്കസ് അദ്ദേഹത്തിനെ ഒതുക്കിയിരിക്കുന്നു. ശരിയാണല്ലോ. അതെ. ഈ G സുധാകരൻ ഒരു കാലത്ത് ഭയങ്കര ധാർഷ്ട്യമുള്ള നേതാവായിരുന്നു. അദ്ദേഹത്തെ കായംകുളത്ത് മത്സരിച്ചപ്പോൾ തോൽപ്പിച്ചതാണ് CPMകാരനെ. പിന്നീട് 15 വർഷം അമ്പലപ്പുഴയിൽ നിന്ന് ജയിച്ചു. അപ്പം ഒരു സ്വേച്ഛാധിപതി പോലെ ഒക്കെ പെരുമാറിയെന്നാണ് അദ്ദേഹത്തിനുള്ള ആരോപണം. അപ്പോൾ സജി ചെറിയാനും ഈ R നാസറും ഒക്കെ, അതുപോലെ തന്നെ H സലാം എന്ന് പറഞ്ഞാൽ അമ്പലപ്പുഴയിൽ G സുധാകരൻ ഈ മണ്ഡലം നോക്കാനായിട്ട് ഏൽപ്പിച്ച ആളാണ്. ഇപ്പം അദ്ദേഹം ഉൾപ്പെടെയാണ് സുധാകരൻ വലിയ നേതാവായിരുന്നപ്പോൾ ഇവർ ചെറിയ കമ്മിറ്റികളിലൊക്കെ ഉള്ളൂ. അപ്പോൾ അവർ പക വീട്ടുകയാണോ ഇപ്പം സുധാകരൻ്റെ അടുത്ത്? അതെ. അങ്ങനെ പാർട്ടിയിലൊരു പാർട്ടിയിൽ ഇപ്പോൾ സജി ചെറിയാനും മന്ത്രിയാകണം എന്നുണ്ട് എന്നിരിക്കട്ടെ, അതിനെന്ത് ചെയ്യണം? മന്ത്രിയാകാൻ സാധ്യതയുള്ള സുധാകരനെ ഒഴിവാക്കിയാലേ പറ്റുള്ളൂ. കാരണം സീനിയോറിറ്റി. സുധാകരൻ വേറൊരു മണ്ടത്തരം പണ്ട് കാണിച്ചിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ സുധാകരനെ ഉൾപ്പെടുത്താൻ തീരുമാനം ഉണ്ടായിരുന്നു. സുധാകരൻ അത് വേണ്ട എന്ന് പറഞ്ഞു, ഒഴിവായി അല്ലേ, ത്യജിച്ചു അദ്ദേഹം.
അത് ത്യജിച്ചത് മണ്ടത്തരായിപ്പോയി, വലിയ മണ്ടത്തരായിപ്പോയി അല്ലേ? സെക്രട്ടേറിയറ്റിൽ ഇപ്പോൾ സജി ചെറിയാൻ കയറിയല്ലോ. അപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനങ്ങൾ തനിക്ക് അനുകൂലമാക്കാനായിട്ട് സജി ചെറിയാന് പറ്റുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഭരണഘടനാ വിരുദ്ധ പ്രസംഗം അത് ഭരണഘടനാ വിരുദ്ധ പ്രസംഗം തന്നെയാണ്. സത്യത്തിൽ ഈ സജി ചെറിയാൻ ഈ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൻ്റെ പേരിൽ സജി ചെറിയാൻ രാജിവെക്കണം എന്ന് പറഞ്ഞ് പ്രക്ഷോഭം നടത്തേണ്ടതാണ് ബി ജെ പിയും കോൺഗ്രസും ഒക്കെ. ബി ജെ പി എന്താണ് മിണ്ടായിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇവർ ഭരണഘടനയെ എന്തായാലും ഉയർത്തിപ്പിടിക്കുന്നില്ല. സി പി എം എന്ന് വ്യക്തമാക്കുന്ന സംഭവമാണല്ലോ ഇത്. ഭരണഘടനയ്ക്കെതിരാണ് മോദി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ സി പി എം. ഞങ്ങളാണ് ഭരണഘടനയുടെ അല്ല എന്ന് തെളിയുന്ന സംഭവമാണല്ലോ ഇത്. എന്നിട്ടും അതിന്റെ പേരിൽ പ്രക്ഷോഭമില്ല. ഈ കോടതിയിൽ നിന്നൊരു പരാമർശം വന്നിട്ടും അത് ഏറ്റെടുക്കുന്നില്ല. സജി ചെറിയാന്റെ മണ്ഡലത്തിൽ വീടിന്റെ മുമ്പിൽ ഒക്കെ ബി ജെ പിക്ക് പ്രക്ഷോഭം നടത്താം. ബി ജെ പി അത് നടത്തുന്നില്ല. ഈ ഭരണഘടനാ പ്രസംഗം വന്നു കഴിഞ്ഞപ്പോൾ അത് തിരിക്കാനായിട്ട് വേറെ കുറെ ചർച്ചകൾ ആരോപണങ്ങളൊക്കെ സി പി എം കൊണ്ടുവന്നിട്ട് അതിൻ്റെ പിന്നാലേക്ക് ആളുകൾ പോയി. ഈ പാലക്കാട്ടെ സത്യത്തിൽ ഈ സജി ചെറിയാൻ്റെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗം ഉണ്ടല്ലോ, ഈ കാര്യത്തിൽ രാജിവെക്കണം, ആ കാര്യത്തിൽ കോടതിയുടെ നിരീക്ഷണം വന്നതിനെ തുടർന്നാണ് ഈ പാലക്കാട്ടെ പ്രശ്നം വലിയ ചർച്ചയാക്കിയത് ബി ജെ പിക്കെതിരെ മാധ്യമങ്ങളും. അതിൽ ബി ജെ പി വീഴാൻ പാടില്ലായിരുന്നു. ബി ജെ പി അപ്പോഴും സജി ചെറിയാൻ്റെ വീടിൻ്റെ മുമ്പിൽ മറ്റേ സത്യഗ്രഹം ഇരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ വേറൊരു പോർമുഖം തുറക്കാൻ കഴിയുമായിരുന്നു. അതിന് പകരം ബി ജെ പിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കളുടെ പ്രശ്നം ഇതാണല്ലോ. ഹിന്ദുക്കൾ തന്നെ ഹിന്ദുക്കളെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കും. ആ വാര്യർ പോയപ്പോൾ ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു, വാര്യരങ്ങ് പൊക്കോട്ടെ എന്ന് വെച്ചാൽ മതിയായിരുന്നു. അതും ചർച്ച, ഹിന്ദുക്കൾ കുറേ ചർച്ച. എസ് ഡി പി ഐക്കാരെങ്കിലും എസ് ഡി പി ഐക്കാരെ പുറത്താക്കിയിട്ട് ഒരു എസ് ഡി പി ഐക്കാരനെതിരെ ഏതെങ്കിലും മുസ്ലിം ചർച്ച ചെയ്യുന്നതായിട്ട് കാണുമോ? ഇല്ല. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിനെ സംബന്ധിച്ച കോടതിയുടെ നിരീക്ഷണം വന്നപ്പോഴാണ് ഇത് ചർച്ചയാക്കിയത്. ഈ പാലക്കാട്ടെ വിഷയം തോൽവി വഴിതിരിച്ചു വിടുകയാണ് ചെയ്തത്. അതിൽ കുടുങ്ങി. അത് രാഷ്ട്രീയം അറിയാത്തതുകൊണ്ട് പറ്റിയതാണ്. ഇപ്പം ആലപ്പുഴയിലെ കാര്യം നമ്മൾ പറഞ്ഞു. കരുനാഗപ്പള്ളിയിൽ ഏരിയ കമ്മിറ്റി ഇപ്പോൾ പിരിച്ചുവിട്ടു. അത് പിരിച്ചുവിട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലത്താണ് സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്നത്. സി പി ശരിക്കും വെട്ടിലായി. അവിടെ തന്നെ കംപ്ലീറ്റ് വിഭാഗീയത. അതായത് അവിടെ സംസ്ഥാന സമിതി അംഗം സൂസൻ കൂടിയുണ്ട്, ഒരു വിഭാഗത്തെ നിയന്ത്രിക്കുന്ന സൂസൻ കൂടി. മറ്റേടത്ത് PR വസന്തൻ DYFയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹമാണ് അവിടുത്തെ കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. പക്ഷേ CPIയുടെ സ്ഥാനാർത്ഥിയെ കഴിഞ്ഞ തവണ കരുനാഗപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൽ തോൽപ്പിച്ചതിൽ ഇയാൾക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറഞ്ഞിട്ട് തരം താഴ്ത്തി എന്ന് പറഞ്ഞാൽ ഏരിയ കമ്മിറ്റിയിലേക്ക് മാറ്റിയിരുന്നു. പിന്നീട് ഈ വസന്തൻ്റെ ഒരു ശ്രമഫലം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഷറൊക്കെ കൊടുത്തിട്ട് അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിലെത്തി. ഇപ്പോൾ വീണ്ടും ഇവരെ ആരും ഈ അഡ്ഹോക് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് പറയുമ്പോൾ അല്ല, അഡ്ഹോക് കമ്മിറ്റിയിൽ അങ്ങനെ ചെയ്യില്ല. എന്താണെന്ന് വെച്ചാൽ മുമ്പ് ആലപ്പുഴയിൽ ഇതുപോലത്തെ പ്രശ്നം ഉണ്ടായിട്ട് MA ബേബിയെ ജില്ലയെ ഏൽപ്പിച്ചു. അന്നാണ് അദ്ദേഹം ആ P കൃഷ്ണപിള്ള സ്മാരകം പണിത്. ഈ അഡ്വോക്കായിട്ട് തൃശ്ശൂർ EP ജയരാജനെ വെച്ചിരുന്നല്ലോ. ഇവിടെയും അഡ്വോക്ക് പോലെയൊക്കെ ഇവിടെയും വന്നിരുന്നല്ലോ കൊച്ചിയിൽ. ഇവിടെ ഗോപി കോട്ടമുറിക്കലിന്റെ രഹസ്യ ക്യാമറ ഓർക്കുന്നില്ലേ, അതിനൊക്കെ ശേഷമുള്ളത്. അപ്പൊ അഡ്വോക്ക് കമ്മിറ്റികൾ പലയിടത്തും വരും. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേ വസന്തന്റെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ ഈ ആലപ്പുഴയിൽ ബാബുജാനെതിരെ സംസാരിച്ചിട്ടാണ് ഈ ബിബിൻ ഒക്കെ പുറത്തു വരുന്നത്. അത് ബാബുജാനാണ് കായംകുളത്തെ ഒരു വലിയ നേതാവ്, കായംകുളം. അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഭ 2 തവണ അവിടെ MLA ആയി. ഇനി സ്വാഭാവികമായിട്ട് അവർ മാറും. ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരാൾ ബാബുജാനാണ്. മാത്രമല്ല ന്യൂനപക്ഷ വോട്ടുകൾ ധാരാളം അവിടെ ഉണ്ട്. അപ്പോൾ സുധാകരനാകുന്നു, അതിനുശേഷം സദാശിവൻ എന്ന് പറയുന്ന ഒരു MLA വരുന്നു, പ്രതിഭ വരുന്നു. ഇനി പറ്റില്ല, ഇനി ബാബുജാൻ വരട്ടെ എന്നുള്ള ചില അതാണ് ബിപിൻ സി ബാബു പറഞ്ഞത്. ചില കോക്കസിൻ്റെ കയ്യിലാണ്. കാരണം കായംകുളത്ത് വിഭാഗീയത കത്തി നിൽക്കുകയാണെന്ന് സുധാകരൻ ഏതാനും മാസം മുമ്പ് പറഞ്ഞു. എന്നെ തോൽപ്പിച്ചത് അവിടുത്തെ ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി നേതാക്കളാണെന്ന്. അപ്പോൾ ഈ ബാബുജാനെയാണ് ചൂണ്ടുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ? ഈ ബാബുജാന്റെ പേര് മറ്റേ നങ്ങ്യാർകുളങ്ങരയിലെ ഒരു വിദ്യാർത്ഥിയുടെ പ്രശ്നം ഉണ്ടായില്ലേ, വ്യാജ എക്കണോമിക്സ്. അത് MSM കോളേജ് കായംകുളത്തെ കോളേജിലെ അതിൽ ബാബുജാന്റെ പേര് കേട്ടിരുന്നുണ്ട്. ബാബുജാനാണ് അതിനകത്ത് സംരക്ഷിച്ചതെന്നാണ് പറയുന്നത്. അതെ, അതുമായി ബന്ധപ്പെട്ടാണ് ബാബുജാന്റെ പേര് കുറെ. അതോടുകൂടിയാണ് ബാബുജാന്റെ പേര് ഏതാണ്ട് ഒന്ന് മങ്ങിപ്പോയത്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും വരുന്ന നിയമസഭയിലേക്ക് തെളിഞ്ഞു വരേണ്ട പേരായിരുന്നു. അതെ,
കാരണം ഒരു MM ഹസൻ അവിടെ നിന്ന് മത്സരിച്ചത് ഒഴിച്ചാൽ പിന്നീട് ഇങ്ങോട്ട് ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആരും അവിടെ നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടില്ല. ഇല്ല. അപ്പോൾ മറ്റേ വിമതര് അവിടെ കൊഴിഞ്ഞാമ്പാറയിൽ തുറന്നു. ആലപ്പുഴയിൽ ഏരിയ കമ്മിറ്റി അംഗമായിരിക്കുന്ന ബിബിൻ, അദ്ദേഹത്തിന് പുറത്താക്കിയിട്ടൊന്നുമില്ലല്ലോ. ഇല്ല, അദ്ദേഹത്തെ ഇന്നലെ കായംകുളം ഏരിയ സെക്രട്ടറി സംസാരിക്കുന്നത് കേട്ടു. അപ്പോൾ ഇയാൾക്ക് എന്തൊക്കെയോ കേസുണ്ട്, ഗാർഹിക കേസൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പുറത്താക്കിയിരുന്നാണ്, ഇപ്പൊ കമ്മിറ്റി ഇല്ല. തെറ്റാണത്. കമ്മിറ്റിയിൽ ഇയാളെ തരം താഴ്ത്തി ബ്രാഞ്ചിലേക്ക് മാറ്റി. ഏരിയ കമ്മിറ്റി അംഗം എന്നാണ് പത്രത്തിൽ ഇന്നും ഉള്ളത് കേട്ടോ. ഏരിയ കമ്മിറ്റി അംഗത്തിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് മാറ്റിയതോ അങ്ങനെ എന്തോ അന്ന് പ്രശ്നം. ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന് ഇന്നും പത്രങ്ങളിൽ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അമ്മ ഏരിയ കമ്മിറ്റി KL പ്രസന്നകുമാരി, അവർ ഏരിയ കമ്മിറ്റി അംഗമാണല്ലോ. അവരും പാർട്ടിക്ക് എതിരായ നിലപാടുണ്ട്. ബിബിൻ നേരത്തെ തന്നെ ഒരു കത്ത് എഴുതിയിട്ടുണ്ട്, ഒരു സത്യന്റെ കാര്യം പറഞ്ഞിട്ട്. ഓട്ടോറിക്ഷ ഡ്രൈവർ സത്യനെ കൊന്നതാണ്, CPM ഗൂഢാലോചന, RSSുമായി ബന്ധപ്പെട്ടിരുന്ന കോൺഗ്രസ്സുകാരനാണ് ഈ സത്യൻ. പിന്നീട് കോൺഗ്രസിലെ മറ്റും ഉണ്ടായിരുന്നു, RSS പിന്നെ കോൺഗ്രസ് വന്നു. പക്ഷെ കത്തെഴുതിയപ്പോ കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞിരുന്നില്ല ഈ ബിബിൻ. RSSകാരനായ സത്യൻ എന്നാണ് അതിൽ പറഞ്ഞിരുന്നത്. ഇനിയിപ്പോ സുധാകരനെ അമ്പലപ്പുഴയിലെ ഏരിയ സമ്മേളനത്തിന് ക്ഷണിച്ചിട്ടില്ല, അങ്ങനെ ഒതുക്കുകയും ചെയ്തു. പിന്നെ തിരുവല്ലയിൽ ഇപ്പൊ പോകുന്നുണ്ട് ഗോവിന്ദൻ. തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ പ്രവർത്തന റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്, TM തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ പാർട്ടിയിലെ ഒരു വിഭാഗം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. പത്തനംതിട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഇത് തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി പ്രവർത്തന റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയിലെ ഒരു വിഭാഗം TM തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ പ്രവർത്തിച്ചു. ഇത് ശരിയാണല്ലോ. മറ്റേ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ തന്നെ കയ്യാങ്കളിയൊക്കെ ഉണ്ടായിരുന്നു. ഹർഷകുമാറും അതെ വാണിംഗ് എല്ലാം കൊടുത്തിരുന്നു. ഐസക്കിന് തന്നെ തോൽക്കുന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിരുന്നു. കാരണം പ്രവർത്തനം ഒന്നോടെ മര്യാദയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നില്ല. ഇത് തിരുവല്ല നോർത്ത് ലോക്കൽ കമ്മിറ്റി പ്രവർത്തന റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഐസക്കിനെ തോൽപ്പിക്കാൻ നമ്മൾ തന്നെ മുന്നിട്ട് നിന്നു എന്നുള്ളത്. അപ്പം ഇങ്ങനെയാണ് പാർട്ടി. അതായത് ഗോവിന്ദനെ സംബന്ധിച്ച് ഗോവിന്ദനെ അനുകൂലിക്കുന്ന പ്രതിനിധികളാണ് ഉണ്ടാകേണ്ടത് എല്ലാ ജില്ലയിൽ നിന്നും ഇപ്പം നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ. അപ്പോൾ അനുകൂലിക്കുന്ന പ്രതിനിധികൾ ഉണ്ടായാലേ ഗോവിന്ദന് വീണ്ടും സെക്രട്ടറി ആകാനായിട്ട് പറ്റൂ. അപ്പോൾ അദ്ദേഹത്തിന് താല്പര്യമുള്ള പ്രതിനിധികൾ ഉണ്ടാകാനാണ് ആഗ്രഹിക്കുക. അങ്ങനത്തെ പ്രതിനിധികളാണോ വരുന്നതെന്ന് നമുക്കറിയില്ല. ആരോഗ്യകരമായ മത്സരം ആരോഗ്യകരമായ കമ്മിറ്റി സമ്മേളനങ്ങളാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. ഞാൻ വിചാരിക്കുന്ന ആരോഗ്യകരമായ മത്സരങ്ങളും അതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. അത് മാധ്യമങ്ങളിൽ അത്ര കണ്ടുവരുന്നില്ല എന്നാണ്. കമ്മിറ്റികൾ വരുന്നുണ്ട്, മറ്റേ ഔദ്യോഗിക പാനൽ അവതരിപ്പിച്ചാൽ ആളുകൾക്ക് മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. അതാണ് പാർട്ടി ജനാധിപത്യം എന്ന് പറയുന്നത്. അത് നടക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. അപ്പോൾ എന്തായാലും ഈ ഗോവിന്ദൻ ഇത് നിസ്സാരമാക്കി കളയുന്നത് പോലെ അല്ല പാർട്ടിയിലെ ഇപ്പോഴത്തെ സംഭവങ്ങൾ. കരുനാഗപ്പള്ളിയിലൊക്കെ നമ്മൾ കണ്ടത് അതിഗംഭീരമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് കണ്ടത്. നല്ല കയ്യാങ്കളിയായിരുന്നു. അതെ അതാണ്. മാത്രമല്ല ഈ സംസ്ഥാന നിങ്ങളുടെ നാടല്ലേ, ഈ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് രണ്ടുപേരും മറ്റോ വന്നിരുന്നല്ലോ. ആരാത്? ഒന്ന് രാജഗോപാല്, കൊല്ലം ജില്ല, പിന്നെ ഒന്ന് നേരത്തെ മുൻ MP ആയിരുന്നു സോമപ്രസാദ്. ഇവർ രണ്ടുപേരുമാണ് വന്നത്. ഇവരെ രണ്ടുപേരും പൂട്ടിയിട്ടത് മാത്രമല്ല, ഇവരെ രക്ഷിച്ച് കാറി കയറ്റുമ്പോൾ ആളുകൾ ഇന്ന് കൂവുന്നുണ്ടായിരുന്നു അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ലജ്ജാകരമാണ്. മാത്രമല്ല ഒരു സ്ത്രീ, അതൊരു വനിതാ നേതാവ് അവിടെ നിന്ന് പറയുന്നു, ഇങ്ങനെ സ്ത്രീലമ്പടന്മാരായ അല്ലെ സ്ത്രീകളെ ഉപദ്രവിച്ച് ഇവരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. അപ്പം ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് വിതുമ്പുന്നത്? അപ്പം ഞാൻ വിതുമ്പുന്നൊന്നുമില്ല, CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്നാണ്. ഇതിൻ്റെ തെറ്റായ പ്രവണതകളെ ഞങ്ങൾ തുറന്നു കാട്ടും. എന്നിട്ട് ഇതേ വിമത നീക്കം നടത്തിയ ആളുകൾ പിറ്റേ ദിവസം CPM ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പട്ടാപ്പകൽ മാർച്ച് നടത്തി. എന്നിട്ട് അതിന് മുമ്പിൽ കുത്തിയിരുന്നു. അത് പാർട്ടിക്ക് വലിയ സംസ്ഥാന സമ്മേളനം നടക്കേണ്ട ഒരു ജില്ലയിൽ ഒരു പ്രതിനിധികൾ ഇങ്ങനെ ചെയ്തു. കാരണം കുറേ കാലമായിട്ട് CPM ഏരിയ കമ്മിറ്റിയിൽ അവിടെ പ്രശ്നങ്ങൾ നടക്കാം. ഇനി മറ്റൊരു ആരോപണമുണ്ട്. ഈ PR വസന്തൻ
അത് CPM-ൻ്റെ നിയന്ത്രണത്തിൽ കരുനാഗപ്പള്ളി ഒരു ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. ഈ സ്കൂളിൽ നല്ല ഇഷ്ടംപോലെ കുട്ടികളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ആ അക്കൗണ്ടിൽ നിന്ന് 9 ലക്ഷം രൂപ PR വസന്തൻ്റെ അക്കൗണ്ടിലേക്കും 50 ലക്ഷത്തോളം രൂപ ഭാര്യയുടെ അക്കൗണ്ടിലേക്കും മാറ്റപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വലിയൊരു സാമ്പത്തിക ആരോപണം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങ് മരവിപ്പിച്ചു. അപ്പം PR സമാനമായ ഒരു ആരോപണം വന്നപ്പോഴാണ് പണ്ട് മാവേലിക്കരയിലുള്ള ഗോവിന്ദക്കുറുപ്പിനെതിരെ പാർട്ടിയിൽ നടപടി ഉണ്ടായത്. ഇപ്പൊ പാർട്ടിയിലെ വ്യത്യാസം എന്താന്ന് വെച്ചാൽ അഴിമതിക്കാരായാലും നടപടി ഉണ്ടാവില്ല, സംരക്ഷിക്കുമല്ലേ. അതാണ് കോക്കസ് എന്ന് പറയുന്നത്. പണ്ട് ഇതുണ്ടായിരുന്നില്ല. നടപടി ഇപ്പം ചാത്തുണ്ണി മാസ്റ്റർക്കെതിരായ നടപടി ആലോചിച്ച് നോക്കൂ. ജനശക്തി ഫിലിംസിലെ എന്തോ സാമ്പത്തിക ഇടപാടെന്ന് പറഞ്ഞിട്ട് പല വലിയ ആളുകൾക്കെതിരെ ചില സാമ്പത്തിക ആരോപണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ നടപടികൾ, ചെറിയ തുകയുടെ ഒക്കെ പേരിലാണ് 2000 രൂപ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടിയൊക്കെ. ഇപ്പം നിങ്ങൾ പറയുന്നത് വലിയ ലക്ഷത്തിൻ്റെ അല്ലേ? അതെ, ലക്ഷത്തിൻ്റെയാണ്. അപ്പോൾ സ്കൂളുമായി ബന്ധപ്പെട്ട അപ്പോൾ ഇത്തരത്തിൽ അഴിമതി നടത്തുന്ന അല്ലെങ്കിൽ ആരോപണം കേൾക്കുന്ന ആളുകളെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം അല്ലെങ്കിൽ ഔദ്യോഗിക വിഭാഗം സംരക്ഷിക്കുന്നു. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അല്ലേ? അതാണ് കാരണം. എന്താണെന്ന് വെച്ചാൽ അത് കൂടുതലും ഈ VS അച്യുതാനന്ദനെതിരെ പാർട്ടി സന്നാഹം ഒരുക്കണമായിരുന്നല്ലോ പിണറായി വിജയന്. അങ്ങനെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അച്യുതാനന്ദന്റെ കാലത്ത് അച്യുതാനന്ദൻ പല ജില്ലയിലും അഴിമതിക്കാരാണെന്ന് കണ്ടിട്ട് പല ആളുകളെയും പുറത്താക്കിയിരുന്നു. പിന്നീട് ഓരോ ജില്ലകളും പിടിക്കാനായിട്ട് പിണറായി വിജയന്റെ കാലത്ത് എന്തെന്ന് വെച്ചാൽ അച്യുതാനന്ദൻ പുറത്താക്കിയ ഈ അഴിമതിക്കാരെന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, ഇവരെ തിരിച്ചെടുക്കുക ചെയ്തത്. അപ്പോൾ അവർ കൂറ് പിണറായിയോട് വന്നു. അപ്പോൾ അഴിമതിക്കാർക്ക് സംരക്ഷണം കിട്ടാൻ തുടങ്ങിയത് ആ ഘട്ടം മുതലാണ്. അങ്ങനെ കോക്കസുകൾ എല്ലാ ജില്ലയിലും രൂപപ്പെട്ടു. അങ്ങനെ ഓരോ സ്ഥലത്തും ഇപ്പോൾ ആലപ്പുഴയിലെ ബിബിൻ ബാബു പറയുന്ന പോലുള്ള കോക്കസ്, പാലക്കാട്ട് വേറൊരു കോക്കസ്, ആ കോക്കസിനെതിരെ നിലകൊള്ളുന്ന NN കൃഷ്ണദാസ് വിഭാഗം. ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഈ ജില്ലാ കമ്മിറ്റി നോക്കുകയാണെങ്കിൽ തന്നെ കോക്കസിന്റെ ഭാഗമാണ്. കോഴിക്കോട്ടേക്ക് വന്നാലേ PM മുഹമ്മദ് റിയാസ് ആ കോക്കസിന്റെ ഭാഗം വരുന്നത്. അതെ, അദ്ദേഹത്തിന് വലിയ എതിർപ്പുണ്ട്. പക്ഷെ ജില്ലാ സെക്രട്ടറി മോഹനൻ റിയാസിന്റെ കൂടെയാണെന്ന് തോന്നുന്നു. അതെ, ഇപ്പുറത്തേക്ക് കരീമാണ്. കരീമിനാണ് അവിടെ പ്രസക്തി ഇല്ലാതെ, പ്രത്യേകിച്ച് പ്രസക്തിയൊന്നും ഇല്ലാതിരിക്കെ തന്നെ സ്ഥാനാർത്ഥിയൊക്കെ ആക്കി തോൽക്കാൻ വേണ്ടിയിട്ട്. അതോടുകൂടി തീരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു. ഇങ്ങനെ എല്ലായിടത്തും ഇപ്പൊ കോക്കസുകൾ വന്നു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ കോക്കസ് പ്രയോഗമാണ് ഇത്തവണ വ്യത്യസ്തമാക്കുന്നത് CPM സമ്മേളനങ്ങളെ. അപ്പോൾ എല്ലാ സ്ഥലത്തും ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോക്കസ് ഉണ്ട്. ആ കോക്കസ് തനിക്ക് അനുകൂലമാണെങ്കിൽ നേതൃത്വം, ഇപ്പോൾ ഗോവിന്ദനാണെങ്കിൽ ഗോവിന്ദൻ അതിനെ എടുക്കും. പറ്റില്ല എങ്കിൽ ആ തിരഞ്ഞെടുക്കപ്പെട്ട ഏരിയ കമ്മിറ്റിയെ തന്നെ വേണ്ടാന്ന് വെക്കും. പിന്നെ അടുത്ത സംസ്ഥാന കമ്മിറ്റി ഉണ്ടായിട്ട് സമ്മേളനം നടത്തും. വേണ്ട രീതിയിലുള്ളൊരു സമ്മേളനമൊക്കെ നടത്തിയിട്ട് അത് ഭാരവാഹികൾക്കൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ചേരി മാറുക. ഇങ്ങനെയൊക്കെയാണ്. ചേരി മാറുന്നത് പാർട്ടിയുടെ അകത്ത് ഈ കോൺഗ്രസിൽ നിന്ന് BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോകുന്ന പോലെയൊന്നുമല്ല. പാർട്ടിയുടെ അകത്ത് ഓരോരുത്തരുടെ ചേരിയിൽ നിൽക്കുകയും മാറുകയും ചെയ്യുമ്പോഴാണ് ഇപ്പോൾ പദവികൾ കിട്ടുന്നത്. അതാണ് നമ്മൾ സുധാകരനിൽ നിന്നൊക്കെ കാണുന്നത്. ഇപ്പോൾ R നാസർ അല്ല കാര്യങ്ങൾ ചെയ്യുന്ന വേറെ കോക്കസാണ് എന്ന് പറയുമ്പോൾ മുമ്പ് പാർട്ടിയിൽ അങ്ങനെയൊന്നും അല്ലായിരുന്നു. CPM അപ്പോൾ വലിയ മൂല്യച്യുതിയിൽ നേരിടുന്നു, അങ്ങനെയാണ് നമുക്ക് പറയേണ്ടത് അല്ലേ ഈ സമ്മേളന കാലത്ത്? ഉൾപാർട്ടി ജനാധിപത്യം മാത്രമല്ല, ഇപ്പം ജനാധിപത്യം പുറത്തേക്കും വന്നിട്ടുണ്ട്. ചില സമയത്ത് കയ്യാങ്കളിയിലേക്കും വരുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.